all wrong with thing. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠം, അതിൻ്റെ എൻട്രി ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് റെയിൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മഴ എന്നർത്ഥം. ഈ യൂണിറ്റിൻ്റെ പേരിൽ പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ മഴയെക്കുറിച്ചാണ് ഇതിലെ കഥകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അനിയൻ, ഏട്ടൻ, അനിയത്തി തുടങ്ങിയ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തെക്കുറിച്ചുള്ള അത് പ്രതിഫലിപ്പിക്കുന്ന കഥകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കാണാൻ കഴിയുക. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 2 പ്രോസ് ലെസൺസ് ആണുള്ളത്, 2 ഗദ്യഭാഗങ്ങളാണ്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അത് എഴുതിയിരിക്കുന്നത് കേശവൻ ശങ്കരപിള്ളൈ. അതുപോലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ ബൈ വിഭൂതി ഭൂഷൺ ബാന്തോപാധ്യായ്. ഇനി ഇതിലൊരു കവിത കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ, അത് എഴുതിയിരിക്കുന്നത് ഷെൽഡൻ അലൻ. അപ്പോൾ ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എൻട്രി ആക്ടിവിറ്റി ഉണ്ട്. ഒരു ഫാമിലി ട്രീ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ട്രീ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അവരെ വെച്ചുകൊണ്ട് ഒരു ട്രീ രൂപത്തിൽ അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതാനാണ്. കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട്. ഹു ആർ ദേ, ആരൊക്കെയാണ് അവർ. ഹിയർ ഈസ് എ ഫാമിലി ട്രീ, കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് എക്സെട്ര, റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരൻസ്, രക്ഷിതാക്കൾ, അവരുടെ പേരൻസ്, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, ആ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരൻസ്, അതാണ് നമ്മൾ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ശൃംഖല പോലെ ഇങ്ങനെ നമുക്കൊരു ട്രീ രൂപത്തിൽ അടയാളപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫാമിലി ട്രീ. ഇതിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലും അവരുടെയും പേരൻസിൻ്റെ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോട് ചോദിക്കുക, അവരുടെ മദറിൻ്റെയും പേരൊക്കെ ചോദിച്ച് അങ്ങനെ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രീ 2 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഒന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്നുണ്ട്. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പേരാണ് ഈ സ്ഥലത്ത് എഴുതേണ്ടത്. അത് 2 ബ്രാഞ്ചായിട്ട് തിരിയുന്നു. ഒന്ന് മദർ, ഒന്ന് ഫാദർ. അപ്പോൾ അച്ഛൻ്റെ പേര് ഇവിടെ എഴുതുക, അമ്മയുടെ പേര് ഇവിടെ എഴുതുക. ഇനി അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അതുപോലെ തന്നെ ഫാദറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും. ഇനി അവരുടെ ഫാദറും മദറുമാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അതുപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറും മദറും. അതുപോലെ തന്നെ നിങ്ങളുടെ പറ്റേണൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ വഴിക്ക് വരുന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛനും അമ്മയും, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അതുപോലെ ഗ്രാൻഡ് മദറിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്പേസിൽ നിങ്ങൾക്ക് അവരുടെ പേരുകൾ എഴുതാവുന്നതാണ്. 1ാമത്തെ പാഠം ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ്റെ കൂടെയുള്ള ജീവിതം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഥാനായകൻ രാജ ഈ കുട്ടിയാണ്. ഇവിടെ ഈ ഫാമിലിയിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇതാണ് രാജയുടെ കുടുംബം, രാജ എന്ന് വിളിക്കുന്ന കുട്ടിയുടെ കുടുംബം. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഒന്നുമില്ല, പകരം ഇവിടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, അതുപോലെ ഒരു അങ്കിൾ. ഇത്രയും ആളുകളാണ് രാജയുടെ കുടുംബത്തിലുള്ളത്. അപ്പോൾ നമ്മളത് കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ദിസ് ഈസ് രാജാസ് ഫാമിലി, ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതാരൊക്കെയാണെന്ന് ഗസ് ചെയ്യാൻ കഴിയുമോ, ഊഹിക്കാൻ കഴിയുമോ? വൈ ഡസ് രാജ ലൈക്ക്, ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി. ആരെയാണ് രാജയ്ക്ക് ഏറ്റവും ഇഷ്ടം? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കഥ വായിക്കാം. ലെറ്റ് us read the story and find out answers to these questions. അപ്പോൾ ഈ കഥ വായിക്കുന്നതിന് മുമ്പ് ഈ കഥാകാരനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കേശവൻ ശങ്കരപിള്ളൈ കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഒരു വലിയ എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ രചയിതാവാണ്, ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. 1902 ജനിച്ചത്, 1989 മരണപ്പെട്ടത്. ഹീ ഈസ് നോൺ ആസ് ശങ്കർ. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് ശങ്കർ എന്ന പേരിലാണ്. ഹി വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ ഒരു എഴുത്തുകാരനാണ്, പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഇന്ത്യൻ കാർട്ടൂണിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഹി ഈസ് പർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാർട്ടൂണുകൾ, അതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957. 1957 കുട്ടികൾക്കായുള്ള ഒരു ബുക്ക് ട്രസ്റ്റ് അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഡോൾസ് മ്യൂസിയം, പാവകളുടെ മ്യൂസിയം 1965 സ്ഥാപിച്ചത്, ഡൽഹിയിലാണ്. ശങ്കർ വൺ മെനി അവാർഡ്സ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പല അവാർഡുകൾ ലഭിച്ചു. പത്മശ്രീ അവാർഡ് 1956, അതുപോലെ പത്മഭൂഷൺ 1966, അതുപോലെ പത്മവിഭൂഷൺ 1976 അദ്ദേഹത്തിന് ലഭിച്ചു. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1953. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ രാജയുടെ കഥയൊന്ന് കേട്ടാലോ. മൈ ഹോം, എൻ്റെ വീട്. രാജയുടെ വീട് നമുക്ക് പരിചയപ്പെടാം. എവ്രിബഡി കോൾഡ് മീ രാജ. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കോൾഡ് രാജ. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിക്കുന്നത്. അത് എൻ്റെ യഥാർത്ഥ പേരല്ല, പക്ഷെ എല്ലാവരും രാജ എന്ന് വിളിക്കും. അപ്പോൾ കുട്ടിക്കും വളരെ ഇഷ്ടമാണ് രാജാവ് എന്നൊക്കെ വിളിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമല്ല. ആൻഡ് ഹി ലൈക്ഡ് ബീയിങ് കോൾഡ് രാജ എന്ന ആളുകൾ വിളിക്കുന്നത് അവന് വലിയ ഇഷ്ടമായിരുന്നു. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അപ്പോൾ ഇവിടെ രാജ ജീവിക്കുന്നത് തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ്. ദേ വേർ മൈ ഗാർഡിയൻസ്. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് ഇവരായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ വിട്ടു പോവുകയും ചെയ്തു. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. അങ്ങനെ അച്ഛൻ ഈ കുട്ടിയെ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശൻ്റെയും കൂടെ ആക്കിയിട്ട് പോയി. ഹു ബ്രോട്ട് മീ അപ്പ്. അപ്പോൾ ഇവനെ ബ്രിങ് മീ അപ്പ്, ബ്രോട്ട് മീ അപ്പ് എന്ന് വെച്ചാൽ വളർത്തി വലുതാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ കുട്ടിയെ വളർത്തി വലുതാക്കിയത് അവൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കെയറിലാണ് കുട്ടി വളർന്നു വന്നത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ബട്ട് വി വെയർ എ സ്മോൾ ഫാമിലി. അല്ലേ? അപ്പോൾ അവർ വലിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. വലിയ വീടാണ്, പക്ഷെ ചെറിയ കുടുംബമാണ്, എ സ്മോൾ ഫാമിലി. ദർ വെയർ മെനി ഫാമിലി മെമ്പേഴ്സ്. നേരത്തെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത് ഓർക്കുക. അപ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ എന്ന് പറയുന്നത് ഈ കുട്ടിയാണ് രാജ.
അപ്പോൾ ഈ 4 ആളുകളാണ് ഈ കുടുംബത്തിലുണ്ടായിരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഒരു അങ്കിളും അല്ലേ, അതുപോലെ ഈ കുട്ടിയും. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. വേറെ കുറേ ബന്ധുക്കൾ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ 4 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഗ്രാൻഡ് ഫാദർ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം മുത്തശ്ശനെ കുറിച്ച് കുട്ടി പറയുന്നത് എന്താണ്? ഹി വാസ് എ ടോൾ സ്ട്രോങ് മാൻ അല്ലേ, നല്ല ഉയരമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രായമായെങ്കിലും നല്ല ആരോഗ്യവാനായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. പിന്നെ ഒരു കുഴപ്പം എന്താണ്? ഒരു ലൗഡ് സ്പീക്കറായിരുന്നു, എപ്പോഴും വലിയ ഉച്ചത്തിലാണ് സംസാരിക്കുക. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും അയാൾക്ക് അവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. മുത്തശ്ശൻ അവരെക്കുറിച്ചൊക്കെ അറിയാം, എല്ലാ ആളുകളെയും അറിയാം. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആളുകൾക്ക് മുത്തശ്ശനോട് വലിയ ബഹുമാനമായിരുന്നു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അല്ലെ, സഹായത്തിനും ഉപദേശങ്ങളൊക്കെ തേടി പലപ്പോഴും ആളുകൾ അവിടെ വരുമായിരുന്നു. ഇനി ഗ്രാൻഡ് മദർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. അല്ലേ, നല്ല കരുണയുള്ള നല്ല സ്നേഹമുള്ള ഒരു മുത്തശ്ശിയായിരുന്നു രാജയ്ക്കുണ്ടായിരുന്നത്. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അല്ലേ, ഈ കുട്ടിയെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. എപ്പോഴും ഒരു നിഴൽ പോലെ പുറകെ ഉണ്ടാവും. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. ഷാഡോ എന്ന് വെച്ചാൽ നിഴലാണ്. ഒരു നിഴൽ പോലെ എപ്പോഴും പുറകെ ഉണ്ടാവും. പുറകെ നടന്ന് മോനെ നീ ഇത് തിന്ന്, ഇത് കുടിക്ക്, അല്ലേ, പോയി കുളിക്ക്, അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും കുട്ടിയുടെ പുറകെ ഉണ്ടാവും. ഡ്രിങ്ക് ദിസ് മിൽക്ക്. ഈ പാല് കുടിക്കുക. ഈറ്റ് യുവർ ഫുഡ്. ഭക്ഷണം കഴിക്കുക. ഹാവ് യുവർ ബാത്ത്. അല്ലെ, പോയി കുളിക്ക്, അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ്. ഗോ ടു ബെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പുറകെ നടക്കും. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. പക്ഷെ എനിക്കിതൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ പുറകെ നടന്ന് തിന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നത് കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷെ എങ്കിലും അവന് മുത്തശ്ശിയെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണല്ലോ, മുത്തശ്ശിമാർക്ക് കൊച്ചുമക്കളോട് വലിയ സ്നേഹമായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് ഇവരിങ്ങനെ പുറകെ നടക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ പുറകെ ഭക്ഷണമൊക്കെ ആയിട്ട് പുറകെ ഇങ്ങനെ വരുന്ന മുത്തശ്ശിയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇനി നമുക്ക് അങ്കിളിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. വളരെ ബുദ്ധിമാനായിരുന്നു. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ ഈ തൻ്റെ സ്ഥലവും പൂന്തോട്ടമൊക്കെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഈ അങ്കിളായിരുന്നു. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. എല്ലാവർക്കും ഈ അങ്കിളിനെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടിക്കും ഈ അങ്കിളിനെ വലിയ ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് എപ്പോഴും സഹായത്തിനായിട്ട് ഓടി വരുന്നത് ഈ അങ്കിളായിരുന്നു. സോ ഹി ലവ്ഡ് ഹിസ് അങ്കിൾ വെരി മച്ച്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയുള്ള ഈ ജീവിതം കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്താണ് നമുക്ക് നോക്കാം. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. അല്ലെ, കൂടെ കളിക്കാൻ അല്ലെങ്കിൽ സമപ്രായക്കാരായിട്ടുള്ള ആരും വീട്ടിലുണ്ടായിരുന്നില്ല. വേറെ കുട്ടികളൊന്നും വീട്ടിലില്ലല്ലോ. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. അതുപോലെ ഗ്രാൻഡ് ഫാദറിന് ഞാൻ പുറത്തു പോയിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവരുടെ കൂടെ കളിച്ചാൽ ആകെ മോശമായി പോകും എന്നൊക്കെയാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ വിചാരം. ഹി ബിലീവ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ്. മറ്റു കുട്ടികളുടെ കൂടെ ചേർന്ന് വഷളായി പോകും എന്നായിരുന്നു ഗ്രാൻഡ് ഫാദർ വിചാരിച്ചത്. ഇഫ് ഐ ഡിഡ് സോ അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ് ബിക്കോസ് ദേ വെയർ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ കുട്ടി പുറത്തേക്ക് പോയി മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നത് ഇഷ്ടമല്ല, അവനെ വഴക്ക് പറയും. അതുപോലെ ഒരു കുട്ടി ഇങ്ങോട്ട് കളിക്കാനും വരുന്നില്ല, കാരണം അവർക്കൊക്കെ ഗ്രാൻഡ് ഫാദറിന് പേടിയായിരുന്നു. അപ്പോൾ കൂടെ കളിക്കാൻ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവൻ്റെ ഒരേ ഒരു സങ്കടം എന്ന് പറയുന്നത് കൂടെ കളിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവൻ പറയുകയാണ് അത്ര ബോറൊന്നുമല്ല ഈ ഒരു ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. അത്ര ബോറല്ലായിരുന്നു.
ഐ ലൈക്ഡ് മൈ ഹോം ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. ഈ വീട് വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പൂന്തോട്ടം. ദർ വർ മെനി ട്രീസ് ഇൻ ദ ഗാർഡൻ. അവിടെ ധാരാളം മരങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ മരങ്ങളാണ് ഇവിടെ ഉള്ളത്? കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്. അപ്പോൾ തെങ്ങുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, മറ്റു തരത്തിലുള്ള പല മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് അതിലൊക്കെ അതിൻ്റെ അടുത്തൂടെയൊക്കെ കുട്ടി ഇങ്ങനെ നടക്കും. അതുപോലെ പലതരത്തിലുള്ള പക്ഷികൾ ഉണ്ടായിരുന്നു. ദർ വർ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഹണി ബീസ്. അപ്പോൾ തേനീച്ചകളും പൂമ്പാറ്റയും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. ദർ വർ മെനി ടാങ്ക്സ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം. അതുപോലെ തന്നെ അവിടെ മീനിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പക്ഷികളൊക്കെ അവിടെ വരുമായിരുന്നു. അപ്പോൾ ഈ ടാങ്കിലെ മീനുകളെയൊക്കെ പിടിക്കാനായിട്ട് പലതരത്തിലുള്ള പക്ഷികൾ, അതായത് കിങ് ഫിഷർ, സ്റ്റോർക്സ്. കിങ് ഫിഷർ എന്ന് വെച്ചാൽ പൊന്മാനാണ്, സ്റ്റോർക്ക് എന്ന് വെച്ചാൽ കൊക്കുകൾ. അപ്പോൾ പൊന്മാനും കൊക്കുകളൊക്കെ ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടി ഇങ്ങനെ സന്തോഷിച്ച് നടക്കും. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ്. അപ്പോൾ ഗ്രോവ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഗ്രോവ് എന്ന് വെച്ചാൽ തോപ്പ് എന്നാണ് അർത്ഥം. ധാരാളം മരങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ഒരു കാട്. വേർ ട്രീസ്, shrubs ആൻഡ് creepers were wild. അപ്പോൾ അവിടെ ധാരാളം മരങ്ങളുണ്ടായിരുന്നു, കുറ്റിക്കാടുകളുണ്ടായിരുന്നു, അതുപോലെ പടർന്നു കയറുന്ന വള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അത് ധാരാളമായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ചെറിയ കാട്. അവിടെ ജാക്കൽസ്, മംഗൂസസ്, വൈൽഡ് ക്യാറ്റ്സ് ആൻഡ് ഔൾസ് ലിവ്ഡ് ഇൻ ദ ഗ്രോവ്. അപ്പോൾ പലതരത്തിലുള്ള ജീവികൾ, ചെന്നായ, അതുപോലെ കീരി, പിന്നെ വൈൽഡ് ക്യാറ്റ്സ്, അതുപോലെ മൂങ്ങ ഒക്കെ അവിടെ ഈ കാട്ടിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. വി ഹാഡ് മെനി കൗസ്. അതുപോലെ ധാരാളം പശുക്കളുണ്ടായിരുന്നു. ബുൾസ് ആൻഡ് ബുള്ളക്സ്. ലിറ്റിൽ കാൽസ് പ്ലേഡ് ആൻഡ് റാൻ അബൌട്ട് ഇൻ അവർ ഗാർഡൻ. അതുപോലെ ചെറിയ പശുക്കുട്ടി, അല്ലേ, കാൽസ് എന്ന് വെച്ചാൽ പശുക്കുട്ടികളുണ്ടായിരുന്നു. പോത്തും കാളയും ഒക്കെ പശുവൊക്കെ ഉണ്ടായിരുന്നു. I like to play with the calves and I like to watch the birds in the garden. അപ്പോൾ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഈ പശുക്കുട്ടിയുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക, പൂന്തോട്ടത്തിലെ പക്ഷികളെയൊക്കെ നോക്കുക. I looked for jackals coming out of the grove. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഈ ചെന്നായ വരും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കും. I ran after mongooses and I caught butterflies and reptiles. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കീരിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ പുറകെ ഓടുക, പൂമ്പാറ്റകളെയൊക്കെ പിടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളെ, അതുപോലെ ഇഴഞ്ഞു പോകുന്ന ജീവികൾ, ഇവയൊക്കെ പിടിക്കുക. പിന്നെ കീരിയുടെ പുറകെ പോവുക, അതുപോലെ തന്നെ ചെന്നായ, കുറുനരി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടി വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം നടക്കുകയാണ്. മേക്കിംഗ് എ ഷവർ എന്നാണ് ഈ സെക്ഷൻ പേര്. ഷവർ എന്ന് വെച്ചാൽ ചെറിയ ചാറ്റൽ മഴ. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ ഹെവി റെയിൻ. അല്ലേ, വലിയൊരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്നു നിൽക്കുന്ന സമയം. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. അപ്പോൾ അവിടെ ഗ്രാൻഡ് ഫാദർ അവിടെ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ ചെടി പറിക്കാനായിട്ട് ഗ്രാൻഡ് ഫാദർ അവിടെ ഒരു മരത്തിൻ്റെ താഴെ, സാൻഡൽവുഡ് ട്രീ എന്ന് വെച്ചാൽ ചന്ദനമരമാണ്, ഒരു ചെറിയ ഒരു ചന്ദനമരം അവിടെ ഉണ്ടായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ വാർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. അപ്പോൾ നമുക്കറിയാം, മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ മരത്തിലൊക്കെ, ഇലകളിലൊക്കെ മഴത്തുള്ളികളുണ്ടാകും. ഐ ന്യൂ ഐ കുഡ് മേക്ക് റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ. അല്ലെ, ഷുക്ക് എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ഓഫ് ഷെയ്ക്ക്. അപ്പോൾ കുട്ടിക്കറിയാം എന്താണ്, നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ചെറിയ മരമാണെങ്കിലും മരം പിടിച്ച് കുലുക്കും. മരം കുലുക്കുന്ന സമയത്ത് അതിലുള്ള മഴത്തുള്ളികളൊക്കെ താഴേക്ക് ചെറിയൊരു മഴ പോലെ പെയ്യും. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഒറ്റ കുലുക്ക് അങ്ങോട്ട് കുലുക്കും മരം. അപ്പോൾ ചെറിയൊരു മഴ പെയ്യുന്നത് പോലെ ഒരു തമാശയാണ്.
അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ ഒരു പണി കൊടുത്താലോ എന്ന് കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പോൾ അങ്ങനെ വന്ന് ഈ മരം പിടിച്ചൊന്ന് കുലുക്കിയാൽ ചെറിയൊരു മഴ കിട്ടും. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. ഇപ്പോൾ കുട്ടിക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ത് മഴ കൊള്ളുക എന്നുള്ളത്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത്ര ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ മഴയത്ത് പോകാൻ സമ്മതിക്കില്ല. കാരണം മഴയത്ത് പോയാൽ പനി പിടിക്കും, ജലദോഷം പിടിക്കും എന്നൊക്കെയാണ് ഗ്രാൻഡ് ഫാദറൊക്കെ പറയുക. ബട്ട് ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫൺ. പക്ഷേ ഇങ്ങനെ മഴയുണ്ടാക്കുന്നത് നല്ല രസമുള്ളൊരു കളിയാണ്. അപ്പോൾ കുട്ടി മെല്ലെ ഈ ഗ്രാൻഡ് ഫാദർ നിൽക്കുന്ന ഈ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് വന്നു. വെൻ ഐ ക്വയറ്റ്ലി വെൻറ്റ് നിയർ ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. അല്ലേ, സർവ്വ ആരോഗ്യവും എടുത്ത് അതൊന്ന് കുലുക്കി. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വെർ ഷോക്ക്ഡ്. അപ്പോൾ ഈ മരത്തിലുണ്ടായിരുന്ന മഴത്തുള്ളികളൊക്കെ താഴേക്ക് വീണു. അപ്പോൾ ചെറിയൊരു മഴ പോലെ. അപ്പോൾ ഗ്രാൻഡ് ഫാദറും ഈ കുട്ടിയും അതിൽ നനഞ്ഞു. ഷോക്ക്ഡ് എന്ന് വെച്ചാൽ നനയുക. ഐ ലവ്ഡ് ഇറ്റ് ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. കുട്ടിക്ക് അത് ഇഷ്ടമായി, പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലേ, മേത്ത മുഴുവൻ നനഞ്ഞു. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ദേഷ്യം പിടിച്ച് കുട്ടിയെ നോക്കി. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. അല്ലേ, ദേഷ്യം വന്നാൽ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? ഇവനെ പിടിക്കും, നല്ല അടി വെച്ച് കൊടുക്കും. ബീറ്റ് ഹിം. അപ്പോൾ അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. സോ ഐ റാൻ. ഹി റാൻ ആഫ്റ്റർ മീ. ഗ്രാൻഡ് ഫാദർ വിട്ടു കൊടുത്തില്ല, പുറകെ ഓടി. ഐ റാൻ ഫാസ്റ്റ് ബട്ട് ഹി റാൻ ഫാസ്റ്റർ. അപ്പം ഞാൻ കുട്ടി ഓടി അതിലും വേഗത്തിലാണ് ആര്? ഗ്രാൻഡ് ഫാദർ ഓടിയത്. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. അങ്ങനെ ഏകദേശം ഇവൻ്റെ അടുത്തെത്തി ഇവനെ പിടിക്കുമെന്നായപ്പോൾ എവിടെയോ തട്ടി മറിഞ്ഞ് ഗ്രാൻഡ് ഫാദർ വീഴുകയാണ്. ആൻഡ് ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. ഐ റാൻ എവേ. ഐ റാൻ എവേ ടു ദ പാഡി ഫീൽഡ്സ്. അപ്പോൾ ഈ മുത്തശ്ശൻ വീണ സമയത്ത് കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, നേരെ വയലിലേക്ക് പോയി. ആൻഡ് ഹിഡ് മൈസെൽഫ് ദർ. അവിടെ ഒളിച്ചു. ഹിഡ് എന്ന് വെച്ചാൽ ഹൈഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ ആ വയലിൽ അവൻ ഒളിച്ചിരുന്നു. ഐ ഹേർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നല്ല ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ ഇനി ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അല്ലേ, ഐ വുഡ് ടീച്ച് യു എ ലെസൺ. ഐ വിൽ ടീച്ച് യു എ ലെസൺ വെൻ യു കം ബാക്ക് ഹോം. നീ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ, നീ വരുമ്പോൾ നിന്നെ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് പോയി. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. ഇപ്പോൾ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയില്ല, വീട്ടിൽ പോയാൽ എന്തായാലും അടി കിട്ടും. ഐ സ്റ്റേഡ് ഓൺ ദ ഫീൽഡ്സ്. അപ്പോൾ അവിടെ ആ ഒരു വയലിൽ തന്നെ അവൻ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. വീട്ടിൽ പോകാൻ പേടിയായിരുന്നു, തല്ല് കിട്ടുമല്ലോ. അപ്പോൾ അവൻ അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ സമയം രാത്രിയാവാൻ തുടങ്ങി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദ ഡാർക്ക്നെസ്. അപ്പോൾ കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. രാത്രിയാവാൻ പോവാണ്, ഇരുട്ടാവാൻ പോവാണ്, അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പല കഥകളും, അല്ലേ, പ്രേതത്തിൻ്റെ കഥയും ഭൂതത്തിൻ്റെ കഥയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഐ റിമെമ്പേർഡ് ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ്. എല്ലാ പ്രേത കഥകളും മനസ്സിലേക്ക് വന്നു. പ്രേതം വന്ന് പിടിക്കുകയും, അല്ലേ, ചോര ഊറ്റി കുടിക്കുന്ന കാര്യമൊക്കെ അവന് മനസ്സിലേക്ക് വന്നു. ഐ ഹാഡ് ഹേർഡ്. ഐ സ്റ്റുഡ് അപ്പ്, ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ദ ഹോം. അപ്പോൾ അവൻ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു, എന്നിട്ട് വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. അപ്പോൾ കുട്ടിക്ക് വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ അവനെ തല്ലൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. പകരം വീടിൻ്റെ അടുത്തുള്ള ഒരു കൗഷെഡ്, ഒരു തൊഴുത്തിൽ കയറി അവൻ അവിടെ ഒളിച്ചിരുന്നു. അപ്പോൾ ഈ തൊഴുത്തിൻ്റെ ഉള്ളിലെ ഒരു സ്ഥലത്ത് അവനവിടെ ഒളിച്ചിരുന്നു. അതിൻ്റെ തട്ടിൽ അവൻ ഒളിച്ചിരുന്നു. ഫ്രം ദെയർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത സെയിങ് ദി പ്രേയേഴ്സ്. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവിടെ ഇരുന്നു കൊണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ കുട്ടി ഇവിടെ ഈ ഒരു തൊഴുത്തിൽ
ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം ആർക്കും അറിയില്ല. അപ്പോൾ അവനവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന സംഭാഷണവും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഇനി ഗ്രാൻഡ് മദർ, മുത്തശ്ശി ഇവനെ കാത്തിരിക്കുകയാണ്. മുത്തശ്ശിക്ക് വളരെ സങ്കടമായി. മുത്തശ്ശി അവനെ കാത്തിരിക്കുകയാണ്. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് എന്ന് വെച്ചാൽ എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ ഈ കുട്ടി ഇത്ര വൈകിട്ടും കുട്ടിയെ കാണുന്നില്ല. കുട്ടിയെ എവിടെ പോയി എന്നൊക്കെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഷീ ലുക്ക് ഫോർ മീ എവ്രിവെയർ ഇൻ ദ ഹൗസ്. ആദ്യം വീടിനുള്ളിൽ എല്ലായിടത്തും നോക്കി. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. എന്നിട്ട് വീട്ടിലെവിടെയും കാണുന്നില്ല. എല്ലായിടത്തും നോക്കി, കട്ടിലിൻ്റെ അടിയിലും പിന്നെ വാതിലിൻ്റെ പുറകിലൊക്കെ നോക്കി. അവിടെ ഒന്നും കുട്ടിയില്ല. അങ്ങനെ പുറത്ത് വന്ന് ഉറക്കെ അവൻ്റെ പേര് വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഈ ഗാർഡനിൽ എവിടെയെങ്കിലും ഉണ്ടോ കുട്ടി എന്ന് വിചാരിച്ച് അവൻ്റെ പേര് ഉറക്കെ വിളിച്ചു. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. ഒരു മറുപടിയും കിട്ടിയില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വെയർ ഐ വാസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു, എവിടെയാണ് ഈ കുട്ടി പോയി കിടക്കുന്നത്? യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവനവിടെ വീടിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് ഫാദർ said he is hiding somewhere. അവൻ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്, അല്ലാണ്ട് അവൻ എവിടെ പോകാനാണ് എന്നൊക്കെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് മദർ said I looked for him everywhere. അപ്പം ഗ്രാൻഡ് മദർ പറഞ്ഞു, ഞാൻ വീടിൻ്റെ ഉള്ളിൽ മൊത്തം നോക്കി, ഇവിടെ ഒന്നും അവൻ ഇല്ല. അങ്ങനെ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത പരക്കുകയാണ്. The news spreads. Then grandfather stood up and went outside and called aloud. അപ്പോൾ ഗ്രാൻഡ് ഫാദറും അവനെ ഉറക്കെ വിളിച്ചു, കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. അല്ലേ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, രാജാ വാ, ഞാൻ നിന്നെ തല്ലില്ല, നീ ഇങ്ങോട്ട് കയറി വാ എന്നൊക്കെ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. പക്ഷേ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ അനങ്ങിയില്ല, അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. അല്ല, അപ്പോൾ അവൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ പറയാണ്, ഞാൻ വരാൻ വേണ്ടി പറയാണ്, വന്നാൽ എന്തായാലും തല്ല് കിട്ടും എന്നൊക്കെയാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ട് അവനൊന്നും മിണ്ടിയില്ല, അവൻ അവിടെ തന്നെ ഇരുന്നു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ് ഹി വോണ്ട് കം, യു ഡ്രോവ് ഹിം അവേ. അപ്പോൾ ഗ്രാൻഡ് മദർ, അല്ലേ, മുത്തശ്ശി കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശനോട് ദേഷ്യം പിടിച്ചു. മുത്തശ്ശനോട് പറഞ്ഞു, നിങ്ങളുടെ പണിയാണിത്, നിങ്ങൾ അവനെ പേടിപ്പിച്ച് ഓടിച്ചതാണ്, അവനിപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഞാൻ കേട്ടതാണ് നിങ്ങൾ പറയുന്നത്, വന്നാൽ അവനെ തല്ലുമെന്നൊക്കെ. അതുകൊണ്ട് അവൻ പേടിച്ച് പാവം എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. പുവർ ചൈൽഡ് ഈസ് അഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. അല്ലേ, പാവം കുട്ടി, നിങ്ങൾ പേടിപ്പിച്ചിട്ട് അവൻ എങ്ങോട്ടോ ഓടിപ്പോയി, വേഗം അവനെ പോയി കണ്ടുപിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. Grandfather called the servants and asked them to go out and look for me. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വീട്ടിലെ വേലക്കാരൻ അവനെ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. They went out but after a while returned to say that they could not find me. അപ്പോൾ അവർ തെരഞ്ഞിട്ടൊന്നും കുട്ടിയെ കണ്ടെത്താനായില്ല. അപ്പോഴേക്കും ഗ്രാൻഡ് മദറിൻ്റെ എല്ലാ പിടുത്തവും വിട്ടുപോയി. അവർ കരയാൻ തുടങ്ങി. She started weeping. Grandfather started walking up and down the courtyard. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനും കുറച്ച് ടെൻഷനായി. ഗ്രാൻഡ് മദർ, മുത്തശ്ശി കരയാൻ തുടങ്ങി. മുത്തശ്ശൻ്റെ സങ്കടമായി. മുത്തശ്ശൻ പുറത്തോട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിങ് സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു വാർത്ത, കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലായിടത്തും എത്തി. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. ആദ്യം വന്നത് നൈബേഴ്സ്, അയൽവക്കത്തുള്ള ആളുകൾ, പിന്നെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, അതുപോലെ മറ്റുള്ള ആളുകളെല്ലാം ഈ ഒരു വാർത്ത കേട്ട് അങ്ങോട്ടേക്ക് വന്നു. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. അപ്പോൾ വന്ന ആളുകളൊക്കെ ഈ മുത്തശ്ശിയെ സമാധാനപ്പെടുത്തുകയാണ്. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, വിഷമിക്കേണ്ട, കരയണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ് വന്ന ആളുകളൊക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇവരോടൊക്കെ പറയാം, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് കരയാതെ പോയി തിരഞ്ഞ് അവനെ കണ്ടുപിടിക്കാം. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഹി ഷൗട്ടഡ് നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. ഇല്ല, കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ക്യാൻ സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. അല്ല, നിങ്ങൾക്ക് ഒന്ന് വന്ന് തിരഞ്ഞു നോക്കിക്കൂടെ, ഇങ്ങനെ വെറുതെ വന്ന് സമയം കളയാതെ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ഈ സമയത്തൊക്കെ ഈ തൊഴുത്തിൽ ഇങ്ങനെ സുഖമായിട്ട് അവിടെ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് മിടുക്കനായിട്ട്. അങ്ങനെ അത് കേട്ടപ്പോൾ കുറേ ആളുകളെല്ലാം ഈ കുട്ടിയെ തിരഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോയി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദെർ വാസ് എ ബിഗ് ക്രൗഡ്. അപ്പോൾ ഉടൻ തന്നെ
കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ആൾ കൂടി വലിയൊരു ആൾക്കൂട്ടമായി മാറി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്സ് ഓഫ് സീയിങ് മീ അഗെയിൻ. അപ്പോൾ ഗ്രാൻഡ് മദർ വലിയ സങ്കടത്തിൽ, മുത്തശ്ശി കരയാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്, അല്ലേ? അപ്പോൾ ഈ ഗ്രാൻഡ് മദർ, അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊക്കെ പുറകെ നടക്കുമെങ്കിലും വഴക്ക് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗ്രാൻഡ് മദർ വന്ന ആളുകളോടൊക്കെ പറയാണ്, ഈ മോൻ നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു മോനാണ്, നല്ലൊരു കുട്ടിയായിരുന്നു, എന്താ അവന് പറ്റിയത് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ. തിരയാൻ പോയ ആളുകളൊക്കെ തിരിച്ച് വന്നു, കുട്ടിയെ കണ്ടെത്തിയില്ല. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഗ്രാൻഡ് മദർ കുറച്ചും കൂടി മുത്തശ്ശി ഉറക്കെ കരയാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി എന്ന് വെച്ചാൽ ഉറക്കെ. ദ വിമൺ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്, അല്ലേ? അപ്പോൾ അവിടെ വന്ന മറ്റു സ്ത്രീകൾ മുത്തശ്ശി കരയുന്നത് കണ്ടപ്പോൾ അവരും കരയാൻ തുടങ്ങി. അങ്ങനെ ആകെ ഒരു കൂട്ടക്കരച്ചിലായിട്ട് മാറി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ് എന്ന് വെച്ചാൽ കരച്ചിൽ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരും കൂടെ കരയാൻ തുടങ്ങി. അങ്ങനെ ആകെ മൊത്തം കരച്ചിലാണ്. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വെയർ ഡെഡ്, അല്ലേ? കുട്ടി മരിച്ചുപോയി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ, ഭയങ്കര കരച്ചിലൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ കുട്ടി നടക്കുന്ന കാര്യങ്ങളൊക്കെ രാജ അവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു, ഒളിച്ചിരുന്നുകൊണ്ട്. കുട്ടിക്ക് വളരെ സങ്കടമായി. കാരണം ഗ്രാൻഡ് മദർ, അല്ലെ, മുത്തശ്ശി ഇങ്ങനെ കരയുന്നു. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയേക്കാം, അല്ലെ, മുത്തശ്ശനും ഇപ്പം കരയും, എന്താ മുത്തശ്ശൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് അവനിങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും അവന് മനസ്സിലാകുന്നത് എന്തുമാത്രം അവർക്ക് അവനോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ, അല്ലേ? അപ്പോൾ നല്ല സ്ട്രോങ് മനസ്സുള്ള ഒരാളാണ് ഗ്രാൻഡ് ഫാദർ, അല്ലേ? അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ കരയാത്തത്. പക്ഷേ ഉള്ളിൽ വിഷമമുണ്ട്, കൊച്ചുമോനെ കാണാത്തതിൽ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു വിശ്വാസം അയാൾക്കുണ്ട്, എന്നും പറ്റില്ല, അവനൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. ഹി ഡിഡ് നോട്ട് ഹവർ ലൂസ് ഹോപ്പ്. പക്ഷേ അയാൾക്ക് അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. അപ്പോൾ മുത്തശ്ശൻ ചെയ്തത് എന്താണ്? അവിടുന്ന് എഴുന്നേറ്റ് അവരുടെ കുടുംബ അമ്പലം, ആ അമ്പലത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഹെൽപ്പ് മീ ഗോഡ്, ഹി സെഡ്, ഗിവ് മീ മൈ ചൈൽഡ്, ഐ വോണ്ട് ഹിം നൗ. അല്ലെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ മകനെ തിരിച്ചു തരിക എന്ന് പറഞ്ഞ് അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ നേരെ തിരിഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഇനിയും ഇത് കാത്തു നിൽക്കാനാവില്ല, ദൈവമേ എൻ്റെ മകനെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ. എന്നിട്ട് നിശബ്ദനായി കണ്ണടച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഷളായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അങ്കിൾ വരുന്നത്, കുട്ടിയുടെ അങ്കിൾ വരുന്നത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്ത് പ്രശ്നം വരുമ്പോഴൊക്കെ കുട്ടീനെ സഹായിക്കുന്ന അങ്കിളാണ്. അപ്പോൾ അങ്കിളിന് അറിയാം, ഇവൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവൻ സാധാരണ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ അങ്കിളിന് നല്ല വശമാണ്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അപ്പോൾ അങ്കിളിന് മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വെയർ ഐ വാസ്, അല്ലേ? അങ്ങനെ ചുറ്റും നോക്കി, എന്നിട്ട് ഊഹിച്ചു എവിടെയായിരിക്കും ഇവൻ ഒളിച്ചിരിക്കുന്നത്. ഹി കെയിം ടു ദ കൗ ഷെഡ്. എന്നിട്ട് തൊഴുത്തിൽ വന്നു, എന്നിട്ട് അവനെ കണ്ടുപിടിച്ചു. ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. എന്നിട്ട് അവനോട് പറഞ്ഞു, താഴെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ താഴെ ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺ, അല്ലേ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോനൊന്നും വരുത്തല്ലേ, അവനെ വേഗം തന്നെ തിരിച്ചു തരണം, എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കലോ, ഇതാ തൊട്ട് മുമ്പിൽ കുട്ടി നിൽക്കുന്നു. ആസ് ഹി ഓപ്പൺഡ് ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ശക്തി, അല്ലേ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ആ കുട്ടി നിൽക്കുന്നു തൊട്ട് മുമ്പിൽ. വളരെ സന്തോഷമായി ഗ്രാൻഡ് ഫാദറിന്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ് ആൻഡ് ഹഗ്ഡ് മീ, അല്ലേ? എടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഗോഡ് ഹേർഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്, അല്ലേ? ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ തിരിച്ചു തന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത്, വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അങ്കിളിനൊക്കെ എന്തുമാത്രം സ്നേഹം അവനോടുണ്ട്. വഴക്ക് കൂടിയാലും വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ഒക്കെ അത് സ്നേഹം കൊണ്ടാണ് എന്നവൻ അന്ന് മനസ്സിലാക്കി.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്